ഏയ്, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അറിയാതെ. വാ ഇങ്ങോട്ട് നോക്കിയേ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം നടത്തണമെന്ന്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്താ? നടക്കില്ല. നീ ജയിക്കും, ഞാനാ തോക്ക. ഇന്ന് നിന്നെ കണ്ടതുപോലും എൻ്റെ പാർട്ടിക്കാർക്ക് മനസ്സിലായി. എങ്ങനെയാണെന്നറിയില്ല. നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ എന്തൊക്കെയാടി പറയുന്നത്? ഇത് ഞാൻ തന്നെ ചെയ്തെന്നാണോ? ഇന്ന് പാർട്ടി ഓഫീസിൽ എന്താ നടന്നതെന്നറിയോ? എന്താ പറഞ്ഞെന്നറിയോ അവര്? നീ ഇന്ന് പാർട്ടിക്ക് നാണക്കേടാ, രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞു. കുഞ്ഞുനാൾ തൊട്ട് എത്ര വേദികളിൽ പ്രസംഗിച്ച് ഏതെല്ലാം വിധത്തിലുള്ള സുഖദുഃഖങ്ങൾ വേണ്ടെന്ന് വെച്ച് ഉറക്കമില്ലാതെ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതാ ഞാൻ. അവസാന നിമിഷത്തിൽ കലമടച്ചതുപോലെ ആയില്ലേ? ഇനി എന്താ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് എന്റെ അവസ്ഥ ഒരു ജീവച്ചവം പോലെയാ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ കരുതുന്ന പോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവള് കൂടുതലുണ്ട്. രണ്ടുപേരെ ഒന്നിച്ചങ്ങ് തീർത്തേക്കടാ. അവൾ ആ കസര കയറിന്നിട്ട് എനിക്ക് പണി വന്നോളാ. അവളെങ്ങനെ തീർത്തളഞ്ഞേക്ക്. ശരി. വെട്ടവളെ. നീ പോ, ഞാൻ നോക്കിക്കോളാം. നീ പോ. നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് വേറെ വഴിയില്ല. ഇവിടെ വരുന്നവരെ നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ആ വന്നവരിൽ ഏതെങ്കിലും ഒരുത്തൻ നിന്നെ ഇല്ലാതാക്കി എൻ്റെ മാർഗം തെളിയുന്ന ഞാൻ വിചാരിച്ചത്. എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നവും സബലീകരിക്കാൻ എനിക്ക് തന്നെ ഇത് ചെയ്യേണ്ടി വന്നു.
നീ വിതച്ച ലക്ഷ്യമാണ് എൻ്റെ ഉള്ളിൽ വാശിയായിട്ട് മാറിയത്. നീയില്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പാർട്ടി സ്ഥാനവും പിന്തുണയും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പോ, എന്നേക്കുമായി പോ. ഇങ്ങനെ നടക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നത്. മോനെ